ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 71. മുത്തശ്ശി, അമ്മ എന്തിനാ ഇങ്ങോട്ട് വരണേന്ന് മുത്തശ്ശിയോട് പറഞ്ഞോ? വൈശാഖിയിൽ പരിഭ്രമമായിരുന്നപ്പോൾ. ഒന്നും പറഞ്ഞില്ല മോളെ. നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളായിട്ട് തന്നെ എന്നോട് പറഞ്ഞ കാര്യം അത്. കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചുമില്ല. അല്ലെങ്കിൽ തന്നെ ചോദിച്ചാൽ അവൾ പറയുമോ? ദേവകി താടിയിൽ കൈയൂന്നിയിരുന്നു കൊണ്ട് ചോദിച്ചു. മുത്തശ്ശി, എത്ര വർഷങ്ങളായി അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. പണ്ടൊക്കെ കുഞ്ഞിലെ ഒരു ഓണത്തിനെങ്കിലും എന്നെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. ഇപ്പം കുറേ ആയിട്ട് അതുമില്ല. കാരണം പറയുന്ന ബിസിനസ് തിരക്കാണെന്നാണ്. പക്ഷേ ബിസിനസ് തിരക്കുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ എന്തേലുമൊക്കെ ഉണ്ടായിട്ടാവും. വൈശാഖിക്ക് ആശങ്കയേറി. നീ വെറുതെ ചിന്തിച്ച് കാട് കയറണ്ട. എന്തായാലും അവൾ ഇങ്ങോട്ടല്ലേ വരുന്നത്, വരുമ്പോൾ അറിയാം. അവർ കൊച്ചുമകളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അതല്ല മുത്തശ്ശി, ഇനി ദീപകങ്ങാനും എല്ലാ കാര്യവും അമ്മയോട് പറഞ്ഞോന്നാ എൻ്റെ സംശയം. ദീപക്കും ബാലുവും തമ്മിൽ നടന്ന അടിപിടി നേരത്തെ തന്നെ അവൾ ദേവകിയോട് സൂചിപ്പിച്ചിരുന്നു. ഏയ്, അങ്ങനെയൊന്നും ആവില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നന്ദിത എന്നോടെങ്കിലും ഒന്ന് സൂചിപ്പിച്ചേനെ. അതുവല്ല വളരെ സമാധാനത്തിലാണ് അവൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത് തന്നെ. ദേവകി ഓർത്തു പറഞ്ഞു. വൈശു പിന്നീടൊന്നും പറഞ്ഞില്ല. അവൾ തൽക്കാലത്തേക്ക് ചിന്തകൾക്കൊക്കെ വിരാമം ഇട്ടിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുവാൻ ആഗ്രഹിച്ചു. പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കയറി വന്ന രാധാകൃഷ്ണനെ കണ്ടതും അവരുടെ സംസാരം അവിടെ മുറിഞ്ഞു. വൈശാഖി മുത്തശ്ശനെ ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് നേരെ തൻ്റെ മുറിയിലേക്ക് കയറി. അവൾക്ക് എന്തുകൊണ്ടോ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇപ്പോഴെങ്കിലും ഇത്തിരി സന്തോഷം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശിയുടെ വീട്ടിൽ നിൽക്കുമ്പോഴുള്ള ദിവസങ്ങളായിരിക്കും. തൻ്റെ സന്തോഷങ്ങളുടെ ഉറവിടം എല്ലാം തന്നെ മുത്തശ്ശിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ മുത്തശ്ശിയോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിലും മനസ്സിലെവിടെയോ ഒരു നഷ്ടബോധം ഉടലെടുക്കുന്നുണ്ട്. മംഗലത്ത് വീടും മഹാദേവനും ഇങ്ങനെ മനസ്സ് നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഇപ്പോൾ മനസ്സ് ചായാത്തതുപോലെ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴും പല പ്രാവശ്യം മഹാദേവൻ തനിക്കെതിരായി കിടന്ന വൈശാഖിയുടെ കസേരയിലേക്ക് പാളി നോക്കുന്നുണ്ടായിരുന്നു. മനസ്സിലെവിടെയോ ഒരു കുഞ്ഞു നോവ് അവൻ അറിയാൻ പറ്റി. ഛേ, ഇവക്ക് പോകാൻ കണ്ട സമയം. കഴിക്കുന്നതിനിടയിൽ ഒരുപാട് വട്ടം അവൻ വൈശാഖിയെ മനസ്സിൽ ചീത്ത വിളിച്ചു. ഇവളിവിടുത്തെ വെറും ഒരു വാടകക്കാരി മാത്രമാണെന്നും അവളുടെ കാര്യത്തിൽ താൻ എന്തിനാണ് ഇത്രയും ആലോചിക്കേണ്ട കാര്യമെന്നും അവൻ്റെ തലച്ചോറ് ഇടയ്ക്കിടയ്ക്കിരുന്ന് അപ്പോഴും മുരളുന്നുണ്ടായിരുന്നു. എന്താ ദേവ, നിനക്ക് വയ്യേ? മകൻ്റെ മൂടിക്കെട്ടിയ മുഖം കണ്ടതും ഒടുക്കം ലക്ഷ്മി ചോദിച്ചു പോയി. ഇന്നലെ രാത്രി തൊട്ട് ശ്രദ്ധിക്കുന്ന നിനക്കിതെന്തു പറ്റി? ലക്ഷ്മിയുടെ ചോദ്യത്തിന് പിന്നാലെ ബാലുവിൻ്റെ ചോദ്യവും വന്നു. ഒന്നുമില്ല, ചെറിയൊരു തലവേദന. വളരെ സ്വാഭാവികമായി തന്നെ അവൻ മറുപടി നൽകി. ഓ, തലവേദനയായിരുന്നോ? ഞാൻ കരുതി വൈശു കൊച്ചു ഇവിടുന്ന് പോയതിൻ്റെ സങ്കടമായിരിക്കുമെന്ന്. കിട്ടിയ അവസരം പാഴാക്കാതെ പത്മാവതി അവനിട്ടൊരു കുത്തു കൊടുത്തു. ഞാനെന്തിനാ പോണ്ടേ അവൾ പോകുമ്പോൾ സങ്കടപ്പെട്ടിരിക്കേണ്ടത്? അവനിലെ ഈഗോ നൊടിയിടയിലാണ് സടകുടഞ്ഞ് എഴുന്നേറ്റ് നിന്നത്. അതിപ്പോൾ എന്തിനാന്ന് എനിക്കറിയാവോ? ഷടാ, ഇത് നല്ല കാര്യം. സാധാരണ സ്നേഹിക്കുന്നവർ 2 ദിവസം മാറി നിൽക്കുമ്പോൾ ഏത് കാമുകനാണെങ്കിലും ഒരു സങ്കടമൊക്കെ വരും. ഞാൻ വിചാരിച്ച അതുപോലത്തെ വല്ല സങ്കടവും ആയിരിക്കും നിനക്കെന്ന്. പൊട്ടി വരുന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവരപ്പോൾ പാത്രത്തിലുള്ള ചോറ് വേഗം വേഗം വാരി കഴിക്കുവാൻ തുടങ്ങി. ദേ, ഒരെണ്ണം ഞാൻ വെച്ച് തരും കേട്ടോ. എൻ്റെ അപ്പൻ്റെ അമ്മയാണെന്ന് പോലും ഞാൻ നോക്കത്തില്ല. ആർക്കാ പോണ്ടേ ആ പെണ്ണോട് പ്രേമം? നിങ്ങൾക്കല്ല വന്ന ഭ്രാന്തും ഉണ്ടോ? അതോ പേപ്പട്ടി വല്ലതും കടിച്ചോ? ചെക്കൻ അവരെ നോക്കി ചാടിക്കടിച്ചു. തൻ്റെ മനസ്സിലുള്ളത് കണ്ടുപിടിച്ച പത്മത്തിനെ അവൻ ആ നേരം അങ്ങനെ ചെയ്യാനാണ് തോന്നിപ്പോയത്. കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മതിരിച്ചിട്ടിറക്കാനും വയ്യാത്ത അവസ്ഥയിലായിരുന്നു മംഗലത്ത് മഹാദേവൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് തിരിച്ചെടുത്തേ, ഇനി അതും പറഞ്ഞ് എൻ്റെ തലേ കയറി നിരങ്ങാൻ വരണ്ട. അവൻ്റെ മനസ്സിലൊരു പേതാണ്ട് മനസ്സിലായതിൻ്റെ സന്തോഷത്തിൽ പത്മാവതി തൽക്കാലത്തേന് കൊച്ചുമകൻ്റെ മുൻപിൽ മുട്ടുമടക്കി. മഹാദേവൻ അവരെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എന്നിട്ട് പാത്രത്തിലുള്ളത് വേഗം വാരി തിന്നിട്ട് എഴുന്നേറ്റ് കൈ കഴുകി മുറിയിലേക്ക് പോകുന്നത് കണ്ടു. വല്ല കാര്യം ഉണ്ടായിരുന്നോ? മകൻ മുറിയിൽ കയറി വാതിലടച്ചു എന്ന് കണ്ടതും ബാലു അമ്മയെ നോക്കി കൈമലർത്തി കാട്ടി. കാര്യമുണ്ട്. നീ ശ്രദ്ധിച്ചോ നിന്റെ മോൻ്റെ മാറ്റങ്ങൾ? ഇന്നലെ ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് ചെക്കൻ ഒരുമാതിരി ഓമനിറങ്ങിയതുപോലെയാണ് നടത്തം. അവൻ്റെ മനസ്സിൽ നമ്മുടെ വൈശുക്കൊച്ചുണ്ടണ്ട. അത് 100 തരം. ആ പിശുക്കൻ അത്ര പെട്ടെന്നൊന്നും അത് സമ്മതിച്ചു തരത്തില്ല. എൻ്റെ നിൻ്റെ
എന്തിനു കൂടുതൽ പറയുന്നു, അവൻ്റെ തന്നെ ശവസംസ്കാരത്തിനും ചടങ്ങിനും വേണ്ടിയുള്ള കണക്കുകൾ പോലും ഇന്നേ കണക്ക് കൂട്ടി വെക്കുന്നവനാ നിന്റെ മോന്. അവനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കാൻ ചില്ലറ അഭ്യാസമൊന്നും വേണ്ടി വരില്ല. വലത്തെ കൈയിലെ ചൂണ്ടുവിരൽ നാരങ്ങ അച്ചാറിൽ തൊട്ട് നാവിൽ വെച്ച് ഉറിഞ്ചിയവർ. അമ്മ പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാവാം ഭാസ്കരൻ ലക്ഷ്മിയും അത് മുഴുവനും കേട്ടിരുന്നത്. അതേസമയം മുറിയിലേക്ക് പോയവൻ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് കട്ടിന് മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് അവിടെ മടക്കി വെച്ചിരിക്കുന്ന കണക്ക് ബുക്ക് കയ്യിലേക്കെടുത്തു. എന്നിട്ട് ആദ്യം തൊട്ടേയുള്ള വരവ് ചെലവുകൾ എഴുതിയിരിക്കുന്ന താളുകൾ മറിച്ചു നോക്കാൻ തുടങ്ങി. വൈശാഖി വരുന്നതിന് മുൻപും അവൾക്ക് ശേഷവുമുള്ള വീട്ടിലെ ചിലവുകളുടെ കണക്കുകൾ കണ്ടതും ബുക്ക് അടച്ചു വെച്ച് തിരികെ ബെഡിലേക്ക് തന്നെ അവൻ എറിഞ്ഞു. പലചരക്ക് സാധനങ്ങൾ തൊട്ട് കറണ്ട് ബില്ലിൽ വരെയുണ്ട് മാറ്റങ്ങൾ. വാടകക്കാരിയായിട്ട് പെണ്ണി വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ഇതാണ് ചിലവെങ്കിൽ ഇവളെ കെട്ടിയാലുള്ള എൻ്റെ അവസ്ഥ എന്തായിരിക്കും? താലിമാല തൊട്ടുള്ള സദ്യ വരെയുള്ള കല്യാണ ചെലവ്, തുണികളുടെ ചെലവ് വേറെ, അവളുടെ കോളേജ് ചെലവ്, പുസ്തകങ്ങളുടെയും ബുക്കിൻ്റെയും ചെലവ്, ഇനി വല്ല കൊച്ചുങ്ങളും ഉണ്ടായിപ്പോയ പ്രസവ ചെലവ്, കുഞ്ഞിൻ്റെ ചെലവ്, അതിൻ്റെ ഡയപ്പർ തൊട്ട് പൗഡറിൻ്റെ വരെയുള്ള ചെലവ്, അതിനെ പഠിപ്പിക്കുന്നതിൻ്റെ ചെലവ്, എല്ലാം കൂടി ആലോചിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മഹാദേവൻ്റെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി. സ്വയം അറിയാതെ അവൻ എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടുന്നതെന്ന് അവന് പോലും ആ നേരം അറിവില്ലായിരുന്നു എന്നതാണ് സത്യം. ഒരു പെണ്ണെ ജീവിതത്തിൽ വേണ്ടെന്ന് ഉറപ്പിച്ചു വെച്ചിരുന്ന മഹാദേവൻ ഇന്ന് കല്യാണത്തിൻ്റെയും പെണ്ണിൻ്റെയും ഭാവിയിലുണ്ടാകുന്ന കുട്ടിയുടെ ചെലവുകൾ കൂടി ആലോചിച്ച് ഭ്രാന്ത് പിടിക്കുന്നു. എന്തോ. എടിയേ, വൈശക്കൊച്ചു വിളിച്ചടി, അവിടെ അച്ഛനും അമ്മയും അവിടെ ചെന്നിട്ടുണ്ടെന്ന്. കയ്യിലിരുന്ന ഫോൺ പതിയെ ഹാളിലെ ടീപ്പോയുടെ മുകളിലേക്ക് വെച്ചിട്ട് ഭാസ്കരൻ മുണ്ടൊന്നഴിച്ച് മുറുക്കിയെടുത്തു. ചെന്നോ? ഇതൊക്കെ എപ്പോ? അത്താഴം കഴിഞ്ഞ് സെറ്റിയിലിരുന്ന് TV സീരിയൽ കണ്ടുകൊണ്ടിരുന്ന ലക്ഷ്മി അത് കേട്ടതും ആശങ്കയോടെ TV വോളിയം അപ്പോൾ തന്നെ മ്യൂട്ടിൽ വെച്ചു. അവരിൽ ഭയമായിരുന്നു ആ നേരം. ലക്ഷ്മിയുടെ അടുത്തിരുന്ന് TV കണ്ടിരുന്ന പത്മാവതിയും ആ വാർത്ത കേട്ട് തെല്ലൊന്ന് വെപ്രാളപ്പെട്ടിരുന്നു. ദാ ഇപ്പോൾ എത്തിയേ ഉള്ളൂന്ന്, കൂട്ടത്തിൽ ആ ദീപക്കും ഉണ്ടെന്ന് അവൾ പറഞ്ഞേ. ബാലു സെറ്റിയിലേക്ക് ചെന്നിരുന്നു. അയ്യോ, അതെന്തിനാ അവനങ്ങോട്ടേക്ക് ചെന്നത്? അല്ലെങ്കിൽ തന്നെ ആ ചെക്കൻ ദേഹം മൊത്തം പഞ്ചറായി കിടക്കുമല്ലായിരുന്നോ? അവൻ എഴുന്നേറ്റ് നടക്കാറൊക്കെ ആയോ? പത്മം സംശയത്തോടെ നെറ്റി ചുളിച്ചു. ഒരു സ്റ്റിക്കും കുത്തിപ്പിടിച്ചോണ്ടാ ചെന്നതെന്നാ അവൾ പറഞ്ഞേ. നടക്കാറായി കാണും. എന്തായാലും കൊച്ചിൻ്റെ മുത്തശ്ശിക്കും മുത്തശ്ശനും അവൻ്റെ സ്വഭാവം അറിയാവുന്നത് കാരണം വൈശുവിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവരവളെ നോക്കിക്കോളും. അക്കാര്യത്തിൽ ബാലുവിന് ഉറപ്പുണ്ടായിരുന്നു. ഈശ്വര, എനിക്കങ്ങ് നെഞ്ചു വേവുക. അവളെ ഒന്ന് കാണാതെ എനിക്കിനി മനസമാധാനം ഉണ്ടാവില്ല. എന്തേലും കാര്യമില്ലാതെ അവൻ ആ ചെക്കനെ പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് ചെല്ലത്തില്ല ബാലേട്ടാ. ഇനിയിപ്പോൾ വല്ല കല്യാണക്കാരോ സംസാരിക്കാൻ വേണ്ടിയാണോ ആവോ? ലക്ഷ്മിക്ക് വേവലാതിയായി. നീ എന്തിനാ ലക്ഷ്മി വെറുതെ പേടിക്കുന്നേ? ഒന്നും പറ്റില്ലെന്നേ. എന്തായാലും അവിടെ ഇഷ്ടമില്ലാതെ പിടിച്ച് കെട്ടിയിട്ട് കല്യാണമൊന്നും കഴിപ്പിക്കത്തില്ലല്ലോ. അവളോട് ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ വിളിക്കണമെന്ന്. അമ്മയും ഭാര്യയും അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും ഭാസ്കരൻ്റെ മനസ്സും അസ്വസ്ഥമായിരുന്നു. ദീപക് ആ വീട്ടിലേക്ക് ചെന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം കാണും എന്നുള്ള കാര്യത്തിൽ ഭാസ്കരന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വൈശുവിൻ്റെ വിവാഹക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനായിരിക്കും അവരുടെ വരവെന്നതിലും അയാൾക്ക് തെല്ലും സംശയമുണ്ടായിരുന്നുമില്ല. എങ്കിലും ബാലു അത് മനസ്സിലടക്കി. എന്നാലും എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, അവിടെ തള്ള ഇതെന്തൊരു തള്ളയാടാ? മക്കളുടെ മനസ്സറിയാത്ത വൃത്തികെട്ട ജന്മം. അവർക്ക് കുറേ കാശ് മതി. ആണും പെണ്ണുമായിട്ട് ഇതുങ്ങൾക്ക് ആകെപ്പാടെ ഈയൊരു കൊച്ചല്ലേ ഉള്ളൂ. എന്നിട്ടാ പാവം പിടിച്ചതിനോട് ഇത്രയൊക്കെ കാട്ടുന്നത്. പത്മാവതി ഈശ്വരനെ വിളിച്ചുപോയി. എന്തോ കാര്യമുണ്ടമ്മേ, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് നടക്കാൻ മേലാത്ത ആ ചെക്കനെയും വിളിച്ചോണ്ട് അവരിത്രയും ദൂരം ഒരു കാരണവും ഇല്ലാതെ വരത്തില്ല. വൈശുവിൻ്റെ വിവാഹകാര്യത്തിൽ അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മിക്കവാറും അത് സംസാരിക്കാൻ വേണ്ടിയായിരിക്കും വന്നേക്കുന്നത്. ലക്ഷ്മി ഉറപ്പിച്ചു പറഞ്ഞു. അവൾ പേടിച്ചായിരിക്കും ഇരിക്കുന്നേ. പത്മം സങ്കടപ്പെട്ടുകൊണ്ട് താടിയിൽ കൈ താങ്ങി. ലക്ഷ്മിക്ക് പക്ഷേ ആകപ്പാടെ സമാധാനക്കേടായിരുന്നു. അവരപ്പോൾ തന്നെ സ്വന്തം മുറിയിലേക്ക് എഴുന്നേറ്റ് പോയി വൈശാഖിയോട് സംസാരിക്കുവാനായി. അതേസമയം എല്ലാവരുടെയും സംസാരം കേട്ടുകൊണ്ട് മുറിയിലിരുന്ന ഒരുവൻ്റെ നെഞ്ചിൽ ഒരു നെരിപ്പോടെരിയുന്നത് ആരും അറിയുന്നുണ്ടായിരുന്നില്ല. എന്തോ വായിച്ചുകൊണ്ടിരുന്ന മഹാദേവൻ അപ്പോൾ തന്നെ മുൻപിലിരുന്ന ടെക്സ്റ്റ് ബുക്ക് ആ വൃത്തികെട്ട ദീപക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കുറ്റിയും പറിച്ചോണ്ട് അങ്ങോട്ടേക്ക് എന്നത്?
ആ പെണ്ണിനെ അവൻ പഴയതുപോലെ വല്ല ചെയ്തുവോ ആവോ? ആ ഡാഷുമോനെ കണ്ടാൽ തന്നെ പാനിക് അറ്റാക്ക് വരുന്നവളാണ് വൈശാഖി. ഇനി അവൾക്ക് വീണ്ടും വയ്യാതായാലോ? അവിടെ അപ്പനും അമ്മയും അവളെ നോക്കില്ലെന്ന് ഉറപ്പാണ്. വേണമെങ്കിൽ അവൾക്ക് വയ്യാതായ അവളെ തന്നെ ചീത്ത പറയുന്ന കൂട്ടരാ അതുങ്ങൾ. ദേവകി മുത്തശ്ശിക്ക് ആ ദീപകിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് ഇത്തിരി മനസമാധാനം. എന്നാലും അവർക്കെപ്പോഴും വൈശാഖിയുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ? അവരുടെ കണ്ണ് തെറ്റുന്ന നേരത്ത് അവൻ വല്ലതും അവളോട് കാണിച്ചാലോ? അല്ലെങ്കിൽ തന്നെ അമ്മ പറഞ്ഞതുപോലെ ഇവനെ എന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തോണ്ട് വന്നേ? ഇനി അവനുമായിട്ടുള്ള കല്യാണക്കാര്യം വല്ലതും സംസാരിക്കാൻ വേണ്ടി ആയിരിക്കുമോ ആവോ? നാശം പിടിക്കാൻ. മനുഷ്യൻ്റെ ഉള്ള സമാധാനം പോയി കിട്ടി. കുറേ നേരം കൈവെള്ളയിൽ തലയും താങ്ങിയിരുന്നവൻ ടെൻഷൻ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാവാം പിന്നീട് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്ത് പിടിച്ചവനെ പോലെ പരക്കം പാഞ്ഞു നടന്നത്. ചിന്തിച്ച് ചല ചൂട് പിടിക്കാൻ തുടങ്ങിയപ്പോൾ ദേവൻ പതിയെ കട്ടിലിലേക്ക് ഇരുന്നു. പിന്നീട് ബെഡിൽ കമിഴ്ന്നു കിടന്നു. അസ്വസ്ഥമായ മനസ്സോടെ കട്ടിലിന് മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു കളിച്ചവൻ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും എഴുന്നേറ്റിരുന്നു. ഇങ്ങനെ എഴുന്നേറ്റ് ശരിയാവില്ലെന്ന് പിന്നീട് മനസ്സിലായതുകൊണ്ടാവാം മഹാദേവൻ പിന്നീട് മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങിയത്. ഡൈനിങ് റൂമിൽ നിന്നുള്ള വീട്ടുകാരുടെ സംസാരമാണ് അവനെ അവിടെയും വരവേറ്റത്. വൈശാഖിയെക്കുറിച്ചായിരുന്നതുകൊണ്ട് മാത്രം ചെക്കൻ ഒരു നിമിഷം ഹാളിൽ തന്നെ നിന്നുകൊണ്ട് അവിടേക്ക് കാതു കൂർപ്പിച്ചു. ദീപകിൻ്റെ വരവിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമാണ് ചർച്ച. കല്യാണക്കാര്യം സംസാരിക്കാൻ വേണ്ടിയാണെന്ന് അവരും ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയൊന്നും കേൾക്കാനുള്ള മനക്കെട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ മഹാദേവൻ അവിടെ നിന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങി. ഇരുട്ട് മൂടിക്കിടക്കുന്ന മുറ്റത്തേക്ക് വഴിവിളക്കിൽ നിന്നുള്ള വെളിച്ചം വന്നു വീഴുന്നുണ്ടായിരുന്നു. വൈശാഖിക്ക് വേണ്ടി മൂവാണ്ടന്മാവിൻ്റെ കൊമ്പിൽ കെട്ടിയിട്ടിരിക്കുന്ന ഊഞ്ഞാലിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് മെല്ലെ സോപാനപ്പടിയിലേക്ക് ഇരുന്നവൻ ശേഷം ഒരു ഉരുളൻ തൂണിലേക്ക് ഒട്ടൊരു തളർച്ചയോടെ ചാരിയിരുന്നു. വല്ലാത്തൊരു നഷ്ടബോധം അവനിൽ അപ്പോഴേക്കും ഉണ്ടാകുവാനായി തുടങ്ങിയിരുന്നു. കൂട്ടത്തിൽ ചങ്കു കുത്തി പറയുന്ന വേദനയും. എന്തിനാണിങ്ങനൊരു സമാധാനക്കേട്? അതോ ആ ഒരുവൾക്ക് വേണ്ടി? അവളെ താൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? മഹാദേവൻ പൊടുന്നനെ സ്വയം പരിശോധന നടത്തി. ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഹൃദയം അവന് നൽകിയ ഉത്തരം. അതും കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട്. അവളെ താൻ പ്രണയിക്കുന്നുണ്ടോ? പ്രണയമെന്ന വാക്കിനോട് പോലും വെറുപ്പുള്ളവൻ്റെ അടുത്ത ചോദ്യം ഒട്ടൊരാശ്ചര്യം ഉണർത്തുന്നതായിരുന്നു. കുറേ നാളായിട്ട് താൻ അവളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു നിമിഷം പോലും പാഴാക്കാതെ അടുത്ത ഉത്തരവ് അവൻ കണ്ടെത്തി. പിന്നെ എന്തിനാണ് ഈ ആലോചന? എന്തിനാണ് ഈ ഉൾവലിയൽ? വൈശാഖിയുടെ ഇഷ്ടം അവൾ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ? പിന്നെ നീ എന്തിന് നിന്റെ ഇഷ്ടം പറയാൻ മടിക്കുന്നു? അവൻ്റെ ഹൃദയം അവനോട് തന്നെ മുറവിളി കേട്ടി. എന്തോ അതിനുള്ള ഉത്തരം മാത്രം മഹാദേവന് കിട്ടിയില്ല. ചിലപ്പോൾ താൻ അവളുടെ അധ്യാപകനായതുകൊണ്ടാവാം. അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും കണക്കെടുപ്പുകൾ നടത്തുമ്പോൾ അവളുടെ വീട്ടുകാർക്ക് മുൻപിൽ തൻ്റെ തട്ട് മുകളിലായതുകൊണ്ടാവാം. ഇതിനൊക്കെ പുറമെ കല്യാണമേ തൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന് വീമ്പ് പറഞ്ഞ് നടന്ന ഒരുവന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു പെണ്ണിനോട് പ്രണയം തോന്നിയെന്ന് വീട്ടുകാരറിയുമ്പോഴുള്ള നാണക്കേടോർത്താവാം. അതിലുമൊക്കെ പുറമെ അവളെപ്പോലൊരു പെണ്ണ് തൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഉണ്ടാവുന്ന ചിലവുകളുടെ കണക്കോർത്തിട്ടും ആവാം. മഹാദേവൻ ഓരോന്നായി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മനസ്സിൽ നിരത്തിക്കൊണ്ടിരുന്നു. എങ്കിലും ഈ നിമിഷം അവളോട് ഒരു വട്ടമെങ്കിലും മിണ്ടിയില്ലെങ്കിലോ അവളുടെ ശബ്ദം കേട്ടില്ലെങ്കിലോ ശ്വാസം പോലും കഴിക്കാൻ പറ്റുന്നില്ലെന്നുള്ളൊരു കാര്യം ഏകദേശം അവന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ഫോൺ വിളിച്ചാലോ? പൊടുന്നനെ അവൻ ചിന്തിച്ചു. അതിന് അവളുടെ നമ്പർ തൻ്റെ കയ്യിലില്ലല്ലോ. അത് ഓർമ്മയിൽ വന്നതും മഹാദേവനിൽ ഉടൻ തന്നെ നിരാശ വന്നു പൊതിഞ്ഞു. പക്ഷേ അതിന് മാറ്റം വരുവാൻ ഒരു നിമിഷം മാത്രം മതിയായിരുന്നു. വാട്സപ്പിൽ തൻ്റെ ക്ലാസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള കാര്യം അവൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് വരെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ആയുസ്. ധൃതിയിൽ എഴുന്നേറ്റ് മുറിയിലേക്ക് പാഞ്ഞു കയറി വാതിലടച്ച് കുറ്റിയിട്ട് മഹാദേവൻ. എന്നിട്ട് ബെഡിലേക്ക് കയറിയിരുന്നിട്ട് അവിടെ തലയണ മുകളിൽ വെച്ചിരിക്കുന്ന തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്തു. ഫോൺ ഓൺ ചെയ്യുമ്പോൾ പതിവില്ലാത്ത വിധം ചെക്കൻ്റെ കൈവിരലുകൾ പോലും വിറച്ചിരുന്നു. വാട്സപ്പ് തുറന്ന് ക്ലാസ് ഗ്രൂപ്പിൽ കയറി വൈശാഖിയുടെ നമ്പർ തിരയുമ്പോൾ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടുന്നുണ്ടോ എന്ന് പോലും അവന് തോന്നിപ്പോയി. ഒടുവിൽ അവൻ കണ്ടെത്തി വൈശാഖിയുടെ നമ്പർ. ഒരു മഹാദേവൻ്റെ ചിത്രമാണ് പെണ്ണിൻ്റെ പ്രൊഫൈൽ പിക്ചർ. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ പെണ്ണിൻ്റെ നമ്പർ വൈശാഖി എന്ന പേരിൽ സേവ് ചെയ്തിട്ട് മഹാദേവൻ ആ നമ്പറിലേക്ക് കുറേ നേരം നോക്കിയിരുന്നു. ഈ സമയം വിളിക്കണോ അതോ വേണ്ടയോ? ഫോണിലെ ടോപ്പ് ബാറിൽ മണി 10 കഴിഞ്ഞെന്ന് കണ്ടതും അവനിൽ വീണ്ടും സംശയമായി. ചിന്തിച്ച്
അന്തവും കുന്തവും ഇല്ലാതെ ഇരുന്നവൻ്റെ വാക്കുകൾ കേൾക്കാതെ ഒടുവിൽ ദേവൻ്റെ ചൂണ്ടുവിരൽ തന്നെ അവനെ ചതിച്ചു. വൈശാഖിക്ക് കോൾ പോയി. മറുവശം കണക്റ്റ് ആവുന്നത് അവൻ അറിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പാട്ട് ഇവിടെ തീർന്നു കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാം. ബൈ ബൈ.